വീണ്ടും ഒരു ഓണം എത്തിയല്ലേ? മാത്രേടാ ഈടെ കഴിഞ്ഞ ഓണത്തെ ഇന്നലെ എന്ന് പറഞ്ഞാലേ കഴിഞ്ഞുള്ളൂ. എല്ലാ ഓണത്തിലും നമ്മുടെ കയ്യിൽ എന്താടാ 10 പൈസ എടുക്കാൻ ഇല്ലാത്തത്? അത് ഓണത്തിന്റെ കുഴപ്പമല്ലടാ, അത് നമ്മുടെ കുഴപ്പമാണ്. നമ്മുടെ കുഴപ്പമല്ലേ? പണിക്ക് പോകണം അല്ലേ? പണിക്ക് പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണി അന്വേഷിക്കണം. അതും ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ പോകാനും പറ്റത്തില്ല. വീട്ടിൽ പോയി കഴിഞ്ഞ് എന്തൊക്കെ ചെലവ്. അല്ലടാ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ നാട്ടിലുള്ള അയൽവക്കത്തുള്ള അമ്മമാർ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അമ്മമാർ അത് മുഴുവൻ നാട്ടിൽ പാട്ടാക്കും. ഇപ്പൊ നാട്ടിലെ ഒരു വിലയുണ്ട്. വിലയുടെ കാര്യം പറഞ്ഞപ്പോഴാടാ, ഈ പ്രാവശ്യം ഒരു ഓണക്കോടി മേടിച്ചു കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ വില എല്ലാത്തിനും. എടാ വിലയാണ് എല്ലാത്തിനും, എല്ലാ സാധനത്തിനും വിലയാണ്. ഓണക്കോടി മേടിക്കണമെന്നുണ്ടെങ്കിൽ കാശുണ്ടാക്കണമെങ്കിൽ നീ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നാ നീ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു ഐഡിയ പറഞ്ഞേ കാശുണ്ടാക്കാൻ. അത് ഇപ്പം നിന്റെ വല്ലതും ഉണ്ടോ? എന്തെങ്കിലും നുള്ളിപ്പറിക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കൂടാ. ഞാൻ പോയി അടിക്കില്ലടേ. എന്തുവാടേ? നീ എന്നെ കൂട്ടാണ്ട് അടിക്കണം. പിന്നെ ഞാൻ സംശയം എന്താ? നമുക്ക് എന്താണെങ്കിലും നമ്മളെന്തായാലും വീട്ടിൽ പോകണില്ല. പറ്റില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ചെറുത് ഏതെങ്കിലും വഴിക്ക് നീ എന്റെ പെടലിക്കോട്ട് വെക്കരുത്. മൊത്തത്തില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് കൈകാര്യം ചെയ്യണം. അത് പിന്നെ അങ്ങനല്ലേ? എന്തെങ്കിലും ഞാൻ നിനക്ക് പണി തന്നിട്ടുള്ളൂ. നീ പണിയേ തരാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നീ അങ്ങനെ പറയാം. വർക്ക് കിച്ചനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി തെളിയാണ്ടിരിക്കില്ല. പുള്ളിയുടെ പുള്ളിയോട് ഒരു 500 രൂപ ചോദിച്ചാലോ? പുള്ളി പണിയെടുക്കുന്ന ലുക്ക് കണ്ടിട്ട് പുള്ളി പണിയെടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വീട്ടിലെ ഓണം ആഘോഷത്തിൽ നിന്നും ഫണ്ണിയസ്റ്റ് മൊമെന്റ് എടുത്ത് അയക്കൂ. ഓണ സമ്മാനം നേടും. സെറ്റാക്കിയാലോ? ഒരു ഓണ സമ്മാനം സെറ്റാക്കിയാലോ? ഓ, എനിക്കങ്ങ് വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമ്മുടെ കേരളീയരെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും പേർക്ക് വെച്ച് വിളമ്പി വരുമ്പോൾ എൻ്റെ നടുപൊടിയും. തന്നെയല്ലേ എന്തെല്ലാം കൂട്ടം കറികൾ ഉണ്ടാക്കിയാലേ ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നത്. അച്ചടി കിച്ചടി, അവലും പൊരി, അച്ചാർ, സാമ്പാർ, രസം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കറി നിനക്ക് വേണ്ടി സ്പോൺസർ ചെയ്യും. അന്നത്തെ ദിവസം നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസ്? ഓണക്കോടിയാണോ? അല്ല, അതൊക്കെ മേലെ. അതൊക്കെ മേലെയാ? സ്വർണത്തിന്റെ മാല? അതൊക്കെ എന്ത്? അതൊക്കെ മേലെ. ഞാനത് നിന്നെ എടുക്കുന്ന ആളെ. അപ്പൊ ഡയമണ്ടിന്റെ നെക്ലേസ്? അതൊന്നും ഞാൻ പറയത്തില്ല. നിന്നെ ഞാൻ പൊളിച്ച അടുക്കും. എനിക്ക് അയ്യോ, ഓർക്കിച്ചിന് ചില നേരത്തെ എന്നോട് ഭയങ്കര സ്നേഹം. അങ്ങനാണെങ്കിൽ നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. പൂവീപൊലി പൂപ്പൊലി പൂപ്പൊലി എന്നൊക്കെ പാടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൂ വേണം. അതെ, അതിനുള്ള ഗതികൾ. വീട്ടിലായിരുന്നു ഈ ചെറുപ്പത്തിൽ എന്തോ ഒരു അടിപൊളി ഓണമായിരുന്നു. എന്തോ ഒരു ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ആ സദ്യയും ആ ഉപ്പേരിയും. എന്താണ് രാവിലെ തന്നെ ഒരു ഗൂഢാലോചന? അതോ, ഞങ്ങളിങ്ങനെ ഈ മുല്ലപ്പെരിയാർ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറുമോ, ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്റെ പൊന്നോ, സോഷ്യൽ മീഡിയ തുറന്ന ഇത് തന്നെ കാണാൻ. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേടാ? ഞങ്ങൾക്കൊക്കെ ജീവനിൽ കൊതിയുണ്ട്. എടാ, നിങ്ങൾ ഈ പ്രകൃതിയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്തൊരു ഭംഗിയാണ് ഓണത്തിന് വരവേൽക്കാനായിട്ട് പ്രകൃതി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ കാണുന്നില്ല. അതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാൻ കാണുന്നില്ല. ഞാൻ ഒട്ടും കാണുന്നില്ല. അതെ, എന്താണ് പരിപാടി? ഓണായിട്ട് വീട്ടിലേക്കോ ഉണ്ടോ? ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കായിരുന്നു അല്ലേടാ? അതെ, ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കും. അവിടെ വരുമോ ഇവിടെ വരുമോ എന്നൊക്കെ ആലോചിച്ചു. അല്ല, ഈ വീട്ടിൽ പോകാൻ എന്തിനാണ് ഇത്ര ആലോചന? അല്ല, നീ ഇപ്പൊ എന്തിനാ വന്നേ? അല്ല, നിനക്ക് എന്തിനാണ് ഇത്ര ജാട? എനിക്ക് ജാടയൊന്നും ഇല്ല. ഇത്ര ജാട ഇടാൻ മാത്രം എന്താണ് നിനക്കുള്ളത്? നിത്യ എന്തിനാണ് രാവിലെ വന്നിട്ട് ഇങ്ങനെ തല തിന്നുന്നേ? എന്താ കാര്യം? എന്താ ഇതിനൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ഓണം ആഘോഷിക്കുന്നത്? അതെ, എനിക്കൊരു സജഷൻ ഉണ്ട്. എന്താണ്? പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോവാണ്ട് ഇവിടെ ആഘോഷിക്കും ഓണം. നടക്കില്ല. നടക്കൂല. എന്താ ഞങ്ങളുടെ നടക്കില്ലെങ്കിൽ വേണ്ട. ഓക്കെ, നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോളാം. അല്ല, അതല്ല, നീ കാര്യം പറ. അല്ല, എനിക്കിവിടെ ഓണം ആഘോഷിക്കണം എന്നൊരാഗ്രഹം. അല്ല, ഇപ്പൊ ഞങ്ങളുടെ കാശില്ലാത്തൊരു പ്രശ്നം. കാശില്ലെങ്കിൽ എന്തിനാ പ്രശ്നം? ഞാൻ ഇറക്കില്ലേ, നിത്യല്ലേ ഇവിടെ. നീയോ? പിന്നില്ലേ കാശോ? എടാ,
നീ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തിക്കോ. എടാ ജീവ, ഞാൻ എൻ്റെ കയ്യിൽ കാശുണ്ട്, ഫുൾ ചെലവ് ഞാൻ ചെയ്യും ഓണത്തിന്റെ. കോടിയൊന്നും ഇല്ലാത്ത നമ്മളെന്ത് ആഘോഷിക്കും? പൊന്നളിയ നീ വിശ്വസിച്ചുള്ളൂ ഇവള് കാശ് തരുമെന്നോ? നീ പോടാ. എടാ, ഓണക്കോടിനെ കുറിച്ച് ഒന്നും നീ ബോധേടാവണ്ട. നിന്റെ വീട്ടിലേക്കുള്ള ഓണക്കോടി വരെ ഞാൻ വേണമെങ്കിൽ ഇവള് ഓണക്കോടി ജീവ, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ഒട്ടും ഇല്ലെന്ന് പറ. എനിക്ക് വിശ്വാസമുണ്ട്. ഓണത്തിന്റെ ഫുൾ A to Z എല്ലാ ചെലവും ഞാൻ എടുക്കാം. നിങ്ങൾ അതൊന്ന് ഗംഭീരാക്കി പൊളിപ്പിച്ച് സംഭവമാക്കി തന്നാ മതി. അത് ഞങ്ങൾ ഏറ്റോ? ഈ പൈസയുടെ കാര്യം കേട്ടിട്ടൊന്നുമല്ല, ഞങ്ങക്ക് ആന്റിയും വർക്കീസിനായിട്ട് ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം ഇവിടെ കൂടാ അല്ലേ? ആത്മഹത്യ ഉണ്ട് കേട്ടാ, അതൊന്നും പറയണ്ട. പിന്നെ അപ്പൊ ജീവ, നിന്നിലാണ് എനിക്ക് പ്രതീക്ഷ. ആന്റി അങ്ങനെ പോയി വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞിട്ട് വിട്ടോ വിട്ടോ. ഓക്കെ, ടാറ്റാ. വിശ്വസിച്ചല്ലേ നീ അതിന്റെ ഇടയിൽ കൂടെ എന്നെ കുത്തുന്നുണ്ടല്ലേ? നിനക്ക് പൈസ കിട്ടിയപ്പോ എന്നെ ഒരു വിലയില്ല. വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാ ഈ നേരം ഒന്ന് ഇരുട്ടി വെളുക്കട്ടെ ചാക്കോ. വെളുക്കട്ടെ. നിറനിറപൊലിയുയരുകയായി കസവുകളുടെ അരുണിമയിൽ ഓണം തിരുവോണം വരവാ. ഒരു 2000 രൂപയുടെ ലുക്കുണ്ട് ഇല്ലേ? എന്തൊക്കെയോ ചില അപാകതകളുണ്ടോ? ഇല്ല അവള് മണ്ടി, അവള് വിശ്വസിച്ചോളൂ. നീ ആയിട്ട് പറയാൻ നിൽക്കണ്ടേ? ഞാനെന്തിനു അയ്യോ, എന്താ അടിപൊളി പൂക്കളമാ ഇത്. കൊള്ളാം അല്ലേ? കൊള്ളാം. ഞങ്ങൾ എന്ത് ചെയ്താലും അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. അതെ, എടാ സമ്മതിക്കണം കേട്ടോ, എനിക്ക് ശരിക്കും പറഞ്ഞ പൂക്കളൊന്നും ഇടാൻ അറിയത്തില്ല. ഞങ്ങൾക്കറിയാലോ. നിങ്ങൾ ഇത് എവിടെ നിന്ന് പഠിച്ചടാ? അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ 1ാം ക്ലാസ് മുതലേ ഞാൻ പൂക്കളെ ഇടാറ്. 1ാം ക്ലാസ് പിന്നെ ഞങ്ങളൊരു കാര്യം അറിഞ്ഞു. എന്തുവാടാ? അല്ല, ഓണത്തിന് നമ്മളിവിടെ അവരെ വിളിച്ചില്ല എന്നൊക്കെ ആന്റി വിളിച്ചില്ല. അല്ല, അത് ഞങ്ങളങ്ങ് ക്ഷമിച്ചു. അതെന്താ വെച്ചാ നിങ്ങൾ നാട്ടിൽ പോകുന്നില്ലേ? നാട്ടിൽ ഈ പ്രാവശ്യം ഇപ്പൊ നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് പൂക്കളൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ തന്നെ ഓണം ആഘോഷിക്കാന്നൊക്കെ തീരുമാനിച്ചു. ആണോ? അത് നന്നായി. ഞാൻ വിചാരിച്ചേ നിങ്ങൾ ഓണമായിട്ട് വീട്ടിലൊക്കെ പോകുമെന്ന്. പിന്നെ ഞാനും വർക്കിച്ചനും നിത്യമോളും അല്ലേ ഉള്ളൂ. അതെ, അതാ ഞങ്ങൾക്കൊരു വിഷമം. നിങ്ങൾ 3 പേരും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒറ്റയ്ക്കല്ലേ, ഞങ്ങളെങ്ങനെ ഇട്ടേച്ചു. അപ്പൊ നിങ്ങൾ ഇത്തവണ ഇവിടെ ഉണ്ട്. അതെ, നിങ്ങളെ സന്തോഷമാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിക്കാന്ന് വിചാരിച്ചു. എന്തായാലും കൊള്ളാം മക്കളെ, ആന്റിക്ക് ഭയങ്കര ഇഷ്ടായി. നല്ല രസമുള്ള പൂക്കളം. ഉണ്ടായ സ്ഥിതിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസാ? സർപ്രൈസ് ഉണ്ടെന്ന്. എന്താ? ഒത്തിരി വിലയല്ലേടാ. അയ്യോ, അത് റിച്ച് സാധനം. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ് കായ്പിച്ചു അല്ലേ? നടുക്കുള്ള ഉണ്ടേ കാശൊക്കെ വെറുതെ കളഞ്ഞു. ഇത് റോസാപ്പൂ ആണ്. ഓണമൊക്കെ വർഷത്തിൽ ഒന്നല്ലേ ഉള്ള ആന്റി. പിന്നെ ഇത്രയും കാശൊക്കെ കളയണ്ടായിരുന്നു. നിങ്ങളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ഇടക്കട്ടെ, അവന്റെയൊക്കെ സന്തോഷമല്ലേ. കണ്ടോ, വർക്കിച്ചനല്ലേ എപ്പോഴും പുച്ഛം. കണ്ടോ, എന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ കുച്ചുകൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. കഷ്ടപ്പെട്ട ഞങ്ങൾ കാശുണ്ടാക്കി അറിയോ? കുട്ടികളാവുമ്പോൾ നമ്മൾ ശിക്ഷിക്കും, സാക്ഷിക്കും, അല്ല വഴക്ക് പറയും. ഞങ്ങൾക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. അത് മതി. സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഗംഭീര സർപ്രൈസ് ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ടെന്നാ പറഞ്ഞ സർപ്രൈസ്.